നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 22-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 8-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് മൂലം നക്ഷത്രത്തിലാണ്. ഇന്നത്തെ ഉദയം. മൂലം നക്ഷത്രം നല്ല നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. അപ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ നക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി മന്ദൻ്റെ ദിവസമാണ്. മന്ദൻ്റെ ദിവസത്തിൽ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്, മന്ദതയുണ്ടാവും, കാര്യങ്ങൾക്കെല്ലാം ഇഴച്ചിലുണ്ടാവും എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ് ശനി ഓരോ ദിവസം ഓരോ ഗ്രഹങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ശനിക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന ദിവസത്തിൽ നമ്മൾ ശനിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാവൂ. അപ്പോൾ ശനിയെ നമുക്ക് ശ്രദ്ധിച്ച് അപ്പോൾ എടുത്ത് ചാടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത്, തടസ്സങ്ങളുണ്ടാവും. ഇന്ന് മൂലനക്ഷത്രം, അതായത് മീനമാസത്തിലെ മൂലനക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവരാണ് സൂക്ഷിക്കേണ്ടത്. കാരണം ഒരു വർഷത്തെ ഫലത്തെയാണ് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ മൂലനക്ഷത്രക്കാർക്ക് കുറച്ച് കഷ്ടതയേറിയ ഒരു വർഷമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, കാര്യങ്ങൾ തടസ്സപ്പെടും, മന്ദനാണ്, എല്ലാം ഡിലേ വരും. അപ്പോൾ പതുക്കെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, മനസമാധാനം കുറയും, ബന്ധുജന വിയോഗം ഉണ്ടാവും, സുഹൃത്തുക്കൾ അകന്നു പോവും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പരിഹാരം കാണണം. അതിന് പരിഹാരം കാണാൻ അവരവർ തന്നെ വിചാരിച്ചാൽ പരിഹാരമാവും. ശനിയാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. ശനിയുടെ പിതാവായ സൂര്യഭഗവാനെ തൊഴണം. ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷക ധനം വരണം. എല്ലാം എന്ത് ചെയ്താലും നമുക്ക് തടസ്സമൊക്കെ മാറി സാമ്പത്തികം വരണം. ധനമാണ് ഐശ്വര്യം. ധനമില്ലെങ്കിൽ ധനത്തിന് പകരം വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ശനി കവചമായിട്ട് ശനീശ്വര യന്ത്രവും ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം. അപ്പോൾ നമ്മളെ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് ശനി മന്ദനാണ്. അതിൽ രാഹുവിനെ പേടിച്ച് യാത്രയ്ക്ക് രാഹു നിൽക്കും. രാഹു എന്ന് പറഞ്ഞാൽ നാഗർ 1.5 മണിക്കൂർ നേരം പ്രപഞ്ചത്തിൽ ഉണർന്നിരിക്കും പകൽ. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യങ്ങളിൽ എടുത്ത് ചാടി ചെയ്യരുത്, കാരണം പാമ്പ് ചുറ്റിക്കും. അതുകൊണ്ടാണ് രാഹുകാല സമയത്ത് യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിട്ടുകളയാൻ പറയണേ. രാഹുകാലം പറഞ്ഞത് കലണ്ടറിൽ 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണിക്ക് രാഹുകാലം തുടങ്ങൂല. രാഹുകാലം 9:31 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. 11 മണി 1 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്, പ്രത്യേക യാത്രയ്ക്ക്. അതുപോലെ ഗുളിക കാലവും യമകണ്ഠ കാലവും, ഈ 2 സമയവും നമുക്ക് വളരെ ശ്രദ്ധിക്കണം. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയമാണ് ശരിക്ക് 6 മണി 31 തൊട്ട് 8 മണി 1 മിനിറ്റ് വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 2 മണി 2 തൊട്ട് 3 മണി 32 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. 12 മണി 7 തൊട്ട് 12:55 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതൊരു കവചമാണ്. ആ സമയത്ത് മറ്റ് ഈ ഗ്രഹങ്ങളുടെ ദോഷമൊന്നും വരാതെ പ്രപഞ്ചത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന സമയമാണ് അഭിജിത്തിൻ്റെ സമയം. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ ചെയ്യണം. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരം മാറുമെങ്കിലും ശരിക്ക് 44 മിനിറ്റ് നേരമുണ്ട് അഭിജിത്ത് മുഹൂർത്തം. അതുപോലെ തന്നെ ഓരോ ദിവസത്തിൻ്റെയും കളറുണ്ട്. ശനിയുടെ കളറ് നീല, കറുപ്പ്, മങ്ങിയ കളറുകൾ, ഇരുട്ട് കളറുകൾ. ഈ കളറിലുള്ള വസ്ത്രധാരണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മളിലേക്ക് ഉള്ള നെഗറ്റീവ് അകലുന്നതിനൊപ്പം ശനിയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യും, നമ്മളിലേക്ക് വലിച്ചു കയറ്റും. അപ്പോൾ നമുക്കൊരു ഉന്മേഷവും ഉണർവും, പോകുന്ന കാര്യങ്ങൾ വിജയവും നമുക്ക് ഷൈൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.